Hi friends, welcome back to my channel Lisha recipes. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടി പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഇവിടെ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു ഉലർത്ത് അഥവാ സോയ ചങ്ക്സ് ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് 100 ഗ്രാം സോയ ചങ്ക്സ്, 2 ഇടത്തര സവോള ചെറുതായി അരിഞ്ഞത്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, ഒരു വലിപ്പമുള്ള ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോയ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം, അതായത് സോയ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള അത്രയും വെള്ളം നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തിളപ്പിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. അതായത് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും നമ്മൾ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം വെള്ളം. ആ സമയത്ത് നമ്മൾ ഈ സോയ ചങ്ക്സ് അതിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് പോകലൊരു, നമുക്കത് പിടിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ആ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത്. ആ രീതിയിൽ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. സോയ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ വലിപ്പമാണെങ്കിലും നമുക്ക് കാണാം ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം വാർന്ന് കളഞ്ഞതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കാൻ സവോള ചേർക്കുക. പിന്നെ 2 പച്ചമുളക് ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുക. സവോള വഴന്ന് കിട്ടാൻ ആവശ്യമായ ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ടൊമാറ്റോ അത് ചേർത്ത് കൊടുക്കുക. അതും ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അങ്ങനെ 2 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഗരം മസാല ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. അതുകൂടാതെ 1 ടീസ്പൂൺ സോയ സോസ്, എല്ലാം നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ആ വെള്ളം വാലാൻ വേണ്ടി വെച്ച സോയ നന്നായിട്ട് ആറി തണുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം. ഒട്ടും ജലാംശം പാടില്ല. അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതേമാതിരി 2ആയിട്ടോ 4ആയിട്ടോ നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച ഗ്രേവി എല്ലായിടത്തും ഒരുപോലെ ചേർന്ന് വന്നതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിലായിരിക്കണം. ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് പൊടികൾ എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂട്ടിയിട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തുറന്ന് വെച്ച് നന്നായിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി.